അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുജറബാത്തു സ്വാലിഹീൻ എന്ന കിതാബിൽ പെട്ടെന്ന് ഐശ്വര്യം വരാൻ വേണ്ടി പറയുന്ന കാര്യമാണ് സൂറത്ത് വല്ലുഹ സൂറത്ത് പാരായണം ചെയ്യുക. വല്ലുഹ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ വലസൗഫ യുഅ്തീക റബ്ബുക ഫതറല്ലാഹ് അലം യജിദിക യതീമൻ ഫആവാ വവജദക ളാല്ലൻ ഫഹദാ വവജദക ആയിലൻ ഫഅഗ്നാ. ഇവിടെ വവജദക ആയിലൻ ഫഅഗ്നാ എന്നുള്ളത് 7 വട്ടം ഓതുക. വവജദക ആയിലൻ ഫഅഗ്നാ 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 എന്നീ 7 വട്ടം ഓതുക. പിന്നെ ഖുർആൻ പൂർത്തീകരിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ വഅമ്മ സായില ഫലാ തൻഹർ വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. ഇങ്ങനെ 7 വട്ടം ഖിറാഅത്ത് സൂറത്തുൽ ളുഹ 7 മറാത്ത് ഇങ്ങനെ വവജദക ആയിലൻ ഫഅഗ്നാ എന്നുള്ളിടത്ത് 7 വട്ടം ഓതിയിട്ട് ഇങ്ങനെ 7 വട്ടം പൂർത്തിയാക്കുക. 7 വട്ടം പൂർത്തിയാക്കുക. അല്ലെങ്കിൽ വവജദക ആയിലൻ ഫഅഗ്നാ എന്നുള്ളിടത്ത് 17 മറ 17 വട്ടം ഓതുക. എല്ലാ വട്ടം വവജദക ആയിലൻ ഫഅഗ്നാ എന്നുള്ളിടത്ത് 17 വട്ടം ഓതിയിട്ട് വവജദക ആയിലൻ ഫഅഗ്നാ എന്ന് 17 വട്ടം ഓതിയിട്ട് സൂറത്തുൽ ളുഹ 17 വട്ടം പൂർത്തിയാക്കുക. അല്ലെങ്കിൽ സൂറത്തുൽ ളുഹ 70 വട്ടം ഓതുക. ഓരോ വട്ടവും വവജദക ആയിലൻ ഫഅഗ്നാ എന്ന് ഓതിയിട്ട് 70 വട്ടം പാരായണം ചെയ്യുക. ഇനി സൂറത്തുൽ ളുഹയുടെ അർത്ഥം വിശദീകരിക്കുകയാണ്. വല്ലുഹ വല്ലൈലി ഇദാ സജാ എന്നതിൽ മഹാന്മാർ ളുഹ എന്നതിനെ പകലിൻ്റെ സമയമാണ് ളുഹ എന്നും ലൈലി എന്നത് രാത്രിയുമാണ്. ഇത് രണ്ടിനെയും സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയോട് പറയാണ് മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. നബിയെ അങ്ങയോട് അൽവിദ പറഞ്ഞിട്ടില്ല, വമാ ഖല പിണങ്ങിയിട്ടുമില്ല. അങ്ങയുടെ രക്ഷിതാവ് അങ്ങയെ ഉപേക്ഷിച്ചിട്ടില്ല, പിണങ്ങിയിട്ടുമില്ല. ഇത് ഇറങ്ങാനുള്ള പശ്ചാത്തലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കുറച്ചു കാലം വഹി നിലയ്ക്കുണ്ടായി, വഹി വരാതായി. ആ സമയത്ത് അബൂലഹബിൻ്റെ ഭാര്യ നബി തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അൽവിദ പറഞ്ഞു, അതായത് ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞു, അതുപോലെ പിണങ്ങി എന്ന് ആക്ഷേപിച്ചു. അപ്പോൾ അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങൾക്ക് സമാധാനവും ശാന്തിയും നൽകിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഇറക്കുകയാണ്. വല്ലുഹ, ളുഹ തന്നെ സത്യം, പുലർച്ചെ തന്നെ സത്യം, പകൽ തന്നെ സത്യം. വല്ലൈൽ, അതുപോലെ തന്നെ രാത്രിയെയും സത്യം ചെയ്തുകൊണ്ട് പറയാണ് അങ്ങയുടെ രക്ഷിതാവ് അങ്ങയെ ഉപേക്ഷിച്ചിട്ടില്ല, പിണങ്ങിയിട്ടുമില്ല. അഥവാ ഈ ചില സമയങ്ങളിൽ രാത്രി കൂടുക എന്നുള്ളത് സ്വാഭാവികമാണ്, ചില സമയങ്ങളിൽ പകൽ കൂടുക എന്നുള്ളത് സ്വാഭാവികമാണ്. ചിലപ്പോൾ പകൽ കുറയും, ചിലപ്പോൾ പകൽ കൂടും. ഇത് പ്രാപഞ്ചികമായിട്ടുള്ള സംഗതിയാണ്. അതിന് പ്രത്യേകിച്ചിട്ട് ഈ ഒരു പ്രാപഞ്ചിക സത്യത്തിന് പിണങ്ങുക, അല്ലെങ്കിൽ കോപിക്കുക, അല്ലെങ്കിൽ ഭൂമിയോട് പിണങ്ങുക, അല്ലെങ്കിൽ ലോകത്തോട് പിണങ്ങുക എന്നൊന്നുമില്ല. പ്രപഞ്ചത്തിൻ്റെ ആവശ്യകതക്കനുസരിച്ച്, ലോകത്തിൻ്റെ ആവശ്യകതക്കനുസരിച്ച് കൂടുകയും കുറയുകയും ചെയ്യാമെന്ന് അതിനെ ഉദാഹരിച്ചുകൊണ്ട് പറയാണ്. ചില സമയങ്ങളിൽ വഹി ഇറങ്ങുക, ചില സമയങ്ങളിൽ വഹി നിലക്കുക എന്നുള്ളത് ലോകത്തിൻ്റെ ആവശ്യകതക്കനുസരിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല
അങ്ങനെ ചെയ്യുന്നത് എന്ന ഒരു സൂചന നൽകിക്കൊണ്ടാണ് അള്ളാഹു അതിനെ സത്യം ചെയ്തുകൊണ്ട് പറയാണ്, നബി അങ്ങയുടെ രക്ഷിതാവ് അങ്ങയെ ഉപേക്ഷിച്ചിട്ടില്ല, പിണങ്ങിയിട്ടുമില്ല എന്ന്. മഹാന്മാർ ലുഹാക്ക് നിബിതങ്ങളുടെ മുഖം എന്നും ലേലിന് തിരുകേഷെന്നും വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. അടിസ്ഥാനത്തിൽ ലുഹ എന്നത് തിരുനബിയുടെ മുഖവും ലേലി എന്നത് തിരുനബിയുടെ തിരുകേഷവും ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷമായിൽ പറയുന്നത്, നിബിതങ്ങൾ അവിടുത്തെ കണ്ടാൽ ആളുകൾക്ക് അലിമ അന്നഹു ലൈസ ബിവജ്ഹിൻ കസാബ്, ജനതയ്ക്ക് അവിടുന്ന് കള പറയുന്ന ഒരു വ്യക്തിയല്ല എന്ന് തീർച്ചയായും ഉറപ്പിക്കാൻ പറ്റും, ഉറപ്പാകുമെന്നാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടാൽ തന്നെ ആളുകൾക്ക് സത്യത്തിൻ്റെ പാന്താവിലാണ് നിബിധങ്ങളുള്ളത് എന്നും സത്യത്തിൻ്റെ പാന്താവിലാണ് പോകുന്നത് എന്നും കള പറയുന്നൊരു വ്യക്തിയല്ല എന്ന് ബോധ്യപ്പെടുന്നതാണ്. അല്ലമീൻ എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള വിശേഷണം തന്നെ. ആകയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യത്തിൻ്റെ പാതാവിലാണ്, അള്ളാഹുവിൻ്റെ ആളാണ് എന്ന് നബിതങ്ങളുടെ മുഖം കണ്ടാൽ തന്നെ, അവിടുത്തെ അറിഞ്ഞാൽ തന്നെ, അവിടുത്തെ ദാത്ത് കണ്ടാൽ തന്നെ ബോധ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിനെ സത്യം ചെയ്തുകൊണ്ട് പറയാണ്, മാ വദ്ദാക റബ്ബുക, അങ്ങയുടെ രക്ഷിതാവ് അങ്ങയെ ഉപേക്ഷിച്ചിട്ടില്ല, വമാ ഖല, പിണങ്ങിയിട്ടുമില്ല. വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല, ആഖിറമാണ് ദുനിയാവിനേക്കാളും നിബിതങ്ങൾക്ക് ഉത്തമം, അല്ലെങ്കിൽ ആദ്യത്തേതിനേക്കാളും ഉത്തമമാണ് അടുത്തത് എന്ന്. വലസൗഫ യുതീക റബ്ബുക, പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വലസൗഫ യുതീക റബ്ബുക, അങ്ങയുടെ രക്ഷിതാവ് അങ്ങേക്ക് നൽകിക്കൊണ്ടേയിരിക്കും. ഫതർല, അങ്ങ് തൃപ്തിപ്പെട്ടുകൊണ്ടേയിരിക്കുകയും ചെയ്യും. അത് കണ്ടിന്യൂസിനെ അറിയിക്കുന്ന പദമാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നിരന്തരം അങ്ങയുടെ രക്ഷിതാവ് നൽകിക്കൊണ്ടേയിരിക്കും, നിരന്തരം അങ്ങേക്ക് തൃപ്തിയാകുന്നതാണ്, തൃപ്തി വരുത്തുന്നതാണ്. അതിന് തെളിവായിട്ട് പിന്നെ പറയാൻ, അലം യജ്ദിക യതീമൻ ഫാവ, അങ്ങയെ അവൻ യതീമായിട്ട് എത്തിച്ചു, ഫാവ അഭയം നൽകി. വവജദക ളാല്ലൻ, അങ്ങയെ അവൻ വഴിയറിയാത്തൊരു സമൂഹത്തിൽ കണ്ടെത്തിച്ചു. അല്ലെങ്കിൽ ചില മഹാന്മാർ ലാലിന് അർത്ഥം കൊടുത്തിട്ടുള്ളത് നബി അങ്ങേയറ്റത്ത് അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിൽ എത്തിച്ചു. എങ്ങനെയാലും ഹിറാ ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തപസ്സിരിക്കുമ്പോഴാണ് വഹി വന്നിട്ടുള്ളത്. അങ്ങനെ ഫഹദ, അവൻ നേരായ മാർഗത്തിലേക്ക്, സന്മാർഗത്തിൻ്റെ ഉത്തുംഗ പാതയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നു, നയിച്ചു. വവജദക, വവജദക ആയിലൻ, അങ്ങയെ ആയിലായിട്ട് അള്ളാഹു എത്തിച്ചു. ഫാഗന, ഐശ്വര്യം നൽകി. ഈ ആയത്താണ് ആവർത്തിച്ച് പറയേണ്ടത് 7 വട്ടം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വലസൗഫ യുതീക റബ്ബുക, അങ്ങയുടെ രക്ഷിതാവ് നൽകിക്കൊണ്ടേയിരിക്കും. ഫതർല, അങ്ങ് തൃപ്തിപ്പെടും. അപ്പം അത്രയും അള്ളാഹു സുബ്ഹാനഹു വ തആല നിരന്തരം നൽകും, നിരന്തരം തങ്ങൾ തൃപ്തിപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ഫഅമ്മൽ യതീമ, യതീമിനെ ഫലാ തഖ്ഹർ, യതീമിനെ അവഗണിക്കാൻ പറ്റില്ല, യതീമിനെ ഒതുക്കാൻ പറ്റില്ല. വമ്മസ്സായില ഫലാ തൻഹർ, ചോദിക്കുന്നവരെ നിരാശപ്പെടുത്താനും പറ്റില്ല, ചോദിക്കുന്നവർക്ക് നൽകണം. വമ്മ ബിനിമത്തി റബ്ബിക, അങ്ങനെ രക്ഷിതാവിൻ്റെ അനുഗ്രഹത്തെ ഫഹദ്ദിസ്, പുതുതായി അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ പുതുവൽക്കരിക്കുക. അതിന് ഹദീസ് എന്നുള്ളതിന് തഹദീസ്, അതിനെ തജ്ദീദ് അല്ലെങ്കിൽ പുതുവൽക്കരിക്കുക എന്ന അർത്ഥം ഉണ്ട് എന്ന് ഹബീബ് അബൂക്കറിന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ ഏത് സമയത്തും ലോകത്ത് വെളിപ്പെടുന്ന അനുഗ്രഹങ്ങളെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതല്ലാത്ത പക്ഷം, അനുഗ്രഹത്തെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാത്ത പക്ഷം, ആ അനുഗ്രഹം നമുക്ക് ഉപയോഗമല്ലാതായി മാറും. എത്രത്തോളം എന്നാണ് നമ്മളെ ആയുസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ പറഞ്ഞത്, ജനങ്ങളിൽ പലരും നഷ്ടപ്പെടുത്തി കളയുന്ന 2 അനുഗ്രഹം അവൻ്റെ ഒഴിവ് സമയവും യുവത്വമാണ്.
അപ്പോൾ ഏതനുഗ്രഹം ലോകത്ത് നമുക്ക് ലഭിച്ചാലും ആ അനുഗ്രഹത്തെ ശരിയായ രീതിയിൽ ഉപയോഗിക്കണം. പുതിയ വെളിപ്പെടുന്ന ടെക്നോളജികളാണെങ്കിലും മറ്റു വിഷയങ്ങളാണെങ്കിലും പുതിയ ശാസ്ത്ര കണ്ടെത്തലുകളൊക്കെ ജനതയ്ക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് അതിനെ മാറ്റുക എന്ന ഉത്തരവാദിത്വം എല്ലാവരും നിറവേറ്റേണ്ടതുണ്ട്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹുവിൻ്റെ നിർദ്ദേശം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ പുതുവൽക്കരിക്കുക, അത് ഓരോ സമയത്തായിട്ട് കൂടുതൽ കൂടുതൽ അനുഗ്രഹത്തെ രൂപീകരിക്കുക, അനുഗ്രഹത്തെ കൊണ്ടുവരിക എന്ന രീതിയിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നബിയോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. ലോകത്ത് ആർക്ക് എന്ത് അനുഗ്രഹം ലഭിച്ചാലും അതിനത്രയും കാരണക്കാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് ഷാഫി ഇമാം വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹു നമുക്ക് വിജയം, ഇരുലോകത്തും വിജയം നബി തങ്ങളുടെ ഷഫാഅത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.